നമസ്കാരം, എല്ലാവർക്കും രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ മുൻവർഷ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് എവരി വൺ റെസ്പെക്ട്സ് ഡാഷ് ഓണസ്റ്റ് മാൻ? ഇവിടെ ഇത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ ആൻ വരുമോ, എ വരുമോ, ദ വരുമോ, ദാറ്റ് വരുമോ? ഇവിടെ എന്തായാലും ദാറ്റ് വരികയില്ല. അപ്പോൾ ഇവിടെ ആൻ വരുമോ, എ വരുമോ, ദ വരുമോ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നോക്കുമ്പോൾ ഈ ഓണസ്റ്റ് മാനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നും പരാമർശിച്ചിട്ടില്ല. അങ്ങനെ പരാമർശിക്കാത്ത സ്ഥിതിക്ക് ഈ പറയുന്ന ദ അവിടെ എഴുതേണ്ട കാര്യമില്ല. കാരണം ഡെഫിനറ്റ് ആയിട്ടുള്ളതിൻ്റെ കൂടെ നമ്മൾ ദ എഴുതേണ്ട. ഇവിടെ ഓണസ്റ്റ് മാൻ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ദയുടെ ആവശ്യമില്ല. ഇനി ഇവിടെ എ ആണോ ആനാണോ എന്നുള്ളതാണ്. അതെന്തിനെ ആശ്രയിച്ചാണ്? ഇവിടുത്തെ ഓണസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇവിടെ ഓണസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തുടങ്ങിയിരിക്കുന്നത് എച്ച് ആണെങ്കിലും അവിടുത്തെ ഉച്ചാരണം എങ്ങനെയാണ്? ഓ എന്ന ഓണസ്റ്റ്, അതായത് എച്ച് അവിടെ സൈലൻ്റ് ആണ്. അങ്ങനെ എച്ച് സൈലൻ്റ് ആയ സ്ഥിതിക്ക് പിന്നെ തൊട്ടടുത്ത് വരുന്ന ശബ്ദം അത് ഓ എന്ന. അപ്പോൾ ഓ എന്ന് പറയുന്നത് വവൽ ശബ്ദമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ എന്തായി വരും? ആൻ എന്നായിരിക്കും വരിക. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ എവരി വൺ റെസ്പെക്ട്സ് ആൻ ഓണസ്റ്റ് മാൻ എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വി ഡാഷ് ടു ടേക്ക് ലോങ് വാക്സ്. അപ്പോൾ അവിടെ യൂസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡെയർ എന്ന് കൊടുത്തിട്ടുണ്ട്, നീഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പം നമ്മൾ ഈ യൂസ്ഡ്, ഓട്ട്, ഡെയർ, നീഡ് എന്നൊക്കെ പറയുന്നത് മോഡൽ ആക്സറീസിൽ പെടുന്ന സംഭവങ്ങളാണ്. എന്താണ് മോഡൽ ആക്സറീസ് എന്ന് അതിനെ വിളിക്കാൻ കാരണം? അത് ഓരോ മൂഡ്സിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ആ സഹായക്രിയയെ നമ്മൾ മോഡൽ ആക്സറീസ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഇവിടെ യൂസ്ഡ് ടു, ഇവിടെ യൂസ്ഡിൻ്റെ കൂടെയുള്ള ടു ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിനകത്തുണ്ട്. നമ്മൾ യൂസ്ഡ് ടു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ യൂസ്ഡ് ടു എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. ഒന്ന്, കഴിഞ്ഞ കാലത്തെ ഒരു നിശ്ചിത കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു ശീലത്തെ സൂചിപ്പിക്കാൻ നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ അത്ര നമുക്ക് പരിചിതമായി ആകാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പിന്നീട് നമുക്കത് താല്പര്യമായി തോന്നുകയും അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റഡായി, അത് മീൻസ് അത് നമുക്ക് പൊരുത്തപ്പെട്ട് വരിക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പറയാനും നമുക്കത് ഉപയോഗിക്കാം, യൂസ്ഡ് ടു ഉപയോഗിക്കാം. ഇനി നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാനാണ് കഴിയുക? ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തിലെ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ കാലയളവ് ഉണ്ടായിരുന്ന ഒരു ശീലമാണ്. അങ്ങനെയുള്ള ശീലത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? യൂസ്ഡ് ടു ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ യൂസ്ഡ് ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ടു, ഈ പറയുന്ന ഓപ്ഷനിലെ യൂസ്ഡ് എന്ന് പറയുന്ന സംഭവം എടുത്തെഴുതിയാൽ മതി. അപ്പോൾ വി യൂസ് ടു ടേക്ക് ലോങ് വാക്സ് എന്ന് വരും ഇവിടുത്തെ ആൻസർ. ഇവിടുത്തെ ആൻസർ യൂസ്ഡ് ആണ്. എന്താ കാര്യം? ഇതൊരു ശീലത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട്, കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചിത സമയത്തെ ശീലത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അവിടെ യൂസ്ഡ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. ടു അവിടെ കിടപ്പുണ്ട്, നമുക്ക് യൂസ്ഡ് എഴുതാം. യൂസ്ഡ് നമുക്ക് എഴുതാം. ഇനി ഓട്ട്. ഓട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒബ്ലിഗേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഡെയറോ, ചാലഞ്ച് അല്ലെങ്കിൽ ധൈര്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് ഡെയർ ഉപയോഗിക്കാം. നീഡോ, ആവശ്യകതയെ സൂചിപ്പിക്കാൻ നമുക്ക് നീഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? യൂസ്ഡ് ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് മൂന്നാമത്തെ ചോദ്യം നോക്കുക. വൺ ഷുഡ് നോട്ട് ബി ടു സ്ട്രിക്റ്റ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക. ആദ്യം നമ്മൾ തന്നിരിക്കുന്നതിനകത്ത് സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സഹായക്രിയയായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? ഷുഡാണ്. അപ്പോൾ നമുക്ക് ഷുഡ് ധൈര്യമായിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ ഷുഡ് വന്നിരിക്കുന്നത് ഏതൊക്കെ ഓപ്ഷനാണ്? സിയും ഡിയുമാണ്. അപ്പോൾ നമ്മൾ സിയെയും ഡിയെയും മാത്രം പരിഗണിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടാഗിനെ നെഗറ്റീവ് ആക്കണം. ഇവിടെ നോക്കുക, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് എഴുതണം. ദാറ്റ് മീൻസ് നോട്ടിൻ്റെ ചെറിയൊരു ഇൻറ്റ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഷുഡ്. ഇനി അടുത്ത പ്രശ്നം, നമ്മൾ ഇവിടുത്തെ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്, അത് പ്രൊനൗൺ എഴുതണം. ഇവിടെ നോക്കാം, ഇവിടെ വൺ ആണ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ONE എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ
ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രൊനൗണും എന്ത് തന്നെയായിരിക്കും? വൺ എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഷുഡ് വൺ എന്നുള്ളതാണ്. അതായത് അവസാനത്തെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കുക. ഐ ആം ഷുവർ ഹി വിൽ ഡാഷ് ഫ്രം ദിസ് ക്രൈസിസ്. എനിക്ക് ഉറപ്പുണ്ട് അവൻ ഈ പറയുന്ന പ്രതിസന്ധികളിലൊക്കെ അതിജീവിക്കുമെന്ന്. അപ്പോൾ ഇവിടെ അതിജീവിക്കുക എന്നുള്ള ഒരു ഫ്രേസൽ വെർബാണ് നമുക്കിവിടെ വരേണ്ടത്. ഇവിടെ ഏതായാലും പുള്ളിൽ തുടങ്ങിയിരിക്കുകയാണ്. പുൾ എന്ന് പറയുന്ന വെർബിൽ തുടങ്ങിയിരിക്കുന്ന ഫ്രേസൽ വെർബാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് പുൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ താഴെ വലിച്ചിടുക എന്നൊക്കെ അർത്ഥമില്ല, അല്ലെങ്കിൽ ഡിമോളിഷ്. അതാണ് പുൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നശിപ്പിക്കുക എന്നുള്ളതാണ് പുൾ ഡൗൺ. ഇനി പുൾ ത്രൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓവർകം, തരണം ചെയ്യുക എന്നുള്ളതാണ് പുൾ ത്രൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പുൾ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുൾ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ശക്തിയായിട്ട് ഉരയ്ക്കുക അല്ലെങ്കിൽ നീക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ പുൾ ഓഫ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കും. ആ അർത്ഥത്തിലാണ് നമ്മൾ പുൾ ഓഫ് പറയുന്നത്. ഇനി പുള്ളപ്പ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളപ്പ് അവസാനിപ്പിക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിന് എൻഡ് കൊണ്ടുവരിക അല്ലെങ്കിൽ സ്റ്റോപ്പ്, അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നാണ് പുള്ളപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ആൻസറായി വരിക? പുൾ ത്രൂ ആയിരിക്കും. ഐ ആം ഷുവർ ഹി വിൽ പുൾ ത്രൂ ഫ്രം ദിസ് ക്രൈസിസ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ പുൾ ത്രൂ എന്ന് വെച്ചാൽ എന്താണ്? ഓവർകം എന്നാണ്. എന്താണ്? ഓവർകം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് എ സിനോണിം ഫോർ ദ വേർഡ് ഓവർ ജോയിഡ്? ഓവർ ജോയിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓവർ ജോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിസന്തുഷ്ടനായത് എന്നർത്ഥത്തില്ല, അതിസന്തുഷ്ടമായ അല്ലെങ്കിൽ അതിസന്തുഷ്ടനായ എന്നർത്ഥത്തില്ല ഓവർ ജോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫെലിസിറ്റി, ഹാപ്പി, ജുബിലൻറ്റ്, നോവീസ്. ഇതിൽ ഹാപ്പിയും ഫെലിസിറ്റിയും ഒക്കെ അർത്ഥം എന്താ? സന്തോഷം എന്നാണ്. ഈ നവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താ അത്ര പരിചയമില്ലാത്ത അല്ലെങ്കിൽ പുതിയ ആൾ അല്ലെങ്കിൽ ഫ്രഷ് ഹാൻഡ് എന്നൊക്കെയാണ് നവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓവർ ജോയിഡ്, അതിസന്തുഷ്ടമായിട്ടുള്ള, ഭയങ്കര സന്തോഷമുള്ള എന്നൊക്കെ പറയണമെങ്കിൽ അതേ അർത്ഥം വരുന്ന ഏത് വാക്കായിരിക്കും? ജുബിലൻ്റ് ആണ്. എന്താണ്? ജുബിലൻ്റ്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഒബ്സ്കർ. ഒബ്സ്കർ എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റോണിം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ നമുക്ക് ഒബ്സ്കർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. എന്താണ് ഒബ്സ്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോട്ട് ക്ലിയർ, അല്ലേ എന്നാണ്. അല്ലെങ്കിൽ അൺഇൻവെൻറ്റഡ്, അൺഡിസ്കവേർഡ്, അല്ലെങ്കിൽ ഹിഡൻ എന്നൊക്കെ അർത്ഥം ഈ ഒബ്സ്കറിന് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫേമസ്, നമുക്കറിയാം ഫേമസ് എന്താ ചേർത്തുന്നത്? കീർത്തിയുള്ള, എല്ലാവരും അറിയുന്ന എന്നൊക്കെയാണ് ഫേമസ്, അല്ലെങ്കിൽ പ്രശസ്തമായത് എന്നാണ് ഫേമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെമിലിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പരിചിതമായിട്ടുള്ള ആണ് ഫെമിലിയർ. ഫെയർ നമുക്കറിയാം. എന്താണ് ഫെയർ? മനോഹരം, സുന്ദരം എന്നൊക്കെ അർത്ഥം. ഇനി ഫൗൾ, എന്താണ് ഫൗൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ മോശമായിട്ടുള്ള, അല്ലെ ബാഡ്, ബാഡ് എന്നൊക്കെയാണ് ഫോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒബ്സ്കർ, ദാറ്റ് മീൻസ് നോട്ട് ക്ലിയർ, അല്ലെങ്കിൽ നോട്ട് എന്താണ് അല്ലെങ്കിൽ അൺഇൻവെൻറ്റഡ്, അല്ലെങ്കിൽ അൺഡിസ്കവേർഡ്, ഹിഡൻ എന്നൊക്കെയാണ്. അത് ഒളിഞ്ഞു കിടക്കുന്ന എന്നൊക്കെ അർത്ഥമല്ലോ ഒബ്സ്കർ കൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രശസ്തമായത് എന്നുള്ളതായിരിക്കണമല്ലോ ഓപ്പോസിറ്റായിട്ട് വരേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് വാക്കായിരിക്കും? ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഫേമസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഒബ്സ്കറിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കിവിടെ എന്തിനെ പരിഗണിക്കാം? ഫേമസ് എന്നുള്ളതിനെ പരിഗണിക്കാം. അപ്പോൾ ഇവിടെ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ജെന്റിൽമാൻ. ജെന്റിൽമാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഫെമിനൈൻ ജെൻഡർ, അത് സ്ത്രീലിംഗം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വുമൺ എന്ന് കൊടുത്തിട്ടുണ്ട്, എയ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ജെന്റിൽ വുമൺ എന്ന് കൊടുത്തിട്ടുണ്ട്, ലേഡി എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജെന്റിൽമാൻ എന്നുള്ളതിൻ്റെ ഫെമിനൈൻ ജെൻഡർ അല്ലെങ്കിൽ സ്ത്രീലിംഗം എന്ന് പറയുന്നതായിരിക്കും ലേഡി എന്നായിരിക്കും. അവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താണ്? ലേഡി. അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി, അല്ലേ? ആ കുട്ടി എത്ര ക്യൂട്ടാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം
ഇത് ഏത് സെൻറ്റൻസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണോ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ, ഡിക്ലറേറ്റീവ് ആണോ, ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണോ? എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്? നമുക്കറിയാം, ചോദ്യവാക്യത്തെ സൂചിപ്പിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശക്തമായ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എന്ന് വെച്ചാൽ അമിതമായ സന്തോഷം, ദേഷ്യം, വിദ്വേഷം, അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇനി എന്താണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റിനെ, പ്രസ്താവനയെ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്? ആജ്ഞ, അപേക്ഷ, മുന്നറിയിപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവയൊക്കെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയുള്ള സെൻറ്റൻസ് ആണ്? എത്ര മനോഹരമാണ് അല്ലെങ്കിൽ എത്ര ക്യൂട്ടാണ് ആ ബേബി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അത്രത്തോളം സന്തോഷമുണ്ട്. അങ്ങനെ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിശയത്തോടെ, അങ്ങനെ ഭയങ്കര അതിശയം, ഭയങ്കര സന്തോഷത്തേക്ക് നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോങ് ഫീലിങ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ഫീലിങ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എന്താ വിളിക്കുക? നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സീവിയറസ്റ്റ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. അപ്പോൾ ഇവിടെ നോക്കുന്നത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന രണ്ട് നൗൺസ് അതിൻ്റെ ഇടയിൽ ആൻഡ് വരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്തായിട്ടാണ് നമ്മൾ എടുക്കുക? പ്ലൂറലായിട്ടായിരിക്കും എടുക്കുക. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഈ ആദ്യത്തെ നൗണിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു മൈ എന്ന് വന്നിരിക്കുന്നു. മൈ എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു പ്രൊനൗണാണ്. എങ്ങനെയുള്ള പ്രൊനൗണാണ് അത്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന പ്രൊനൗണാണ്. അതുകൊണ്ട് നമുക്കതിനെ ഇംഗ്ലീഷിൽ എന്തെന്ന് വിളിക്കാം? പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ പൊസസീവ് അഡ്ജക്റ്റീവോ പിന്നെ ആർട്ടിക്കിൾസോ വരാം വേണമെങ്കിൽ. എയോ, ആനോ, ദയോ, ദി ഒക്കെ വരാം ഈ പറയുന്ന ആദ്യത്തെ നൗണിൻ്റെ തൊട്ട് മുമ്പ്. അങ്ങനെ വരികയും ഈ പറയുന്ന ആൻഡ് കൊണ്ട് കണക്ട് ചെയ്ത് വരികയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ രണ്ടെണ്ണത്തിനെയും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? സിംഗുലറായി പരിഗണിക്കാം. എന്നാൽ നേരെ മറിച്ച് ഇവിടെ ഈ മൈ എന്ന് പറയുന്ന സംഭവം മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ സീവിയറസ്റ്റ് ക്രിട്ടിക് എന്ന് വന്നിരുന്നുവെങ്കിൽ അതെന്തായി മാറും? പ്ലൂറലായി മാറും. ഇനി രണ്ടിടത്ത് മൈ ഇല്ലാതെ വന്നാലും എന്ത് തന്നെയായിരിക്കും? പ്ലൂറലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ടെണ്ണത്തെ വെച്ച് പറയുമ്പോൾ ആദ്യത്തെ തൊട്ട് മുമ്പ് ഈ പറയുന്ന പോലെ പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ വന്നിട്ടുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? പ്ലൂറലായിരിക്കും. ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് പ്ലൂറലാണ്. പിന്നെ ഇതൊരു എന്താണ്? ജനറൽ ഫാക്റ്റ് പറയുകയാണ്, ജനറൽ ട്രൂത്ത് പറയുകയാണ്, പൊതുവായിട്ടുള്ളൊരു സത്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ റെലവൻസ് ഉണ്ട്. എന്നുവെച്ചാൽ റെലവൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അതിന് പ്രസക്തിയുണ്ട്. അങ്ങനെ പ്രസക്തി ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ അതിനെ പ്രസൻറ്റ് ടെൻസിലേ പറയാവൂ. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കണം, നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും? ഈസ് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഈസും ആറുമാണ് ഇവിടെ പ്രസൻറ്റ് ഫോമിൽ നിൽക്കുന്നത്. പ്രസൻറ്റ് ടെൻസായിട്ടൊന്ന് നിൽക്കുന്നതൊക്കെയാണ് ഈസും ആറുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഈസ് ഉപയോഗിക്കാം. ഈസാണ് ഇവിടെ സിംഗിളറായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വാസും ഉണ്ട്. ഓക്കെ, വാസും വന്നിട്ടുണ്ട്. വാസും നമുക്ക് പരിഗണിക്കാമായിരുന്നു. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് അല്ലാതെ ഒരു വിശാലമായൊരു സെൻറ്റൻസ് വരികയും കഴിഞ്ഞ കാലത്തിൽ എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കവിടെ വാസ് എന്ന് എഴുതാമായിരുന്നു. കഴിഞ്ഞ കാലത്തിൽ ഏതെങ്കിലും ഒരു ടൈമിംഗ് വേർഡ് അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതിനെപ്പോഴും പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ എഴുതുമ്പോൾ ആറും ഈസും പ്രസൻ്റ് ആണ്. അതിൽ സിംഗിളറായതാണ് ഈസാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ഐ ബോട്ട് എസ്റ്റർഡേ. ഇത് റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഹൂ ഉണ്ട്, ദാറ്റ് ഉണ്ട്, വിച്ച് ഉണ്ട്, ഹൂസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് ഡോഗാണ്. ഡോഗിനെ കുറിച്ച് പറയുകയാണ്. അപ്പം മനുഷ്യനല്ലാത്ത കാര്യത്തെ സൂചിപ്പിക്കാൻ നമുക്ക് വിച്ചോ ദാറ്റോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വിച്ച് എഴുതാൻ പറ്റുമോ ദാറ്റ് എഴുതാൻ പറ്റുമോ? അതാണ് നമ്മുടെ വിഷയം. നമ്മളെപ്പോഴായിരിക്കും ദാറ്റ് എഴുതുക? ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സൂചിപ്പിക്കുന്നുവെങ്കിൽ നമുക്കവിടെ ദാറ്റ് എഴുതാം. എന്നാൽ വിച്ചോ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും പറയണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വിച്ച് ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദ ഡോഗ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ആ ദ വന്നപ്പോൾ തന്നെ അത് ഡെഫിനറ്റാണ് ആ ഡോഗ്. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റായിട്ട് പറയുന്നത് കൊണ്ട് നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവൂ? ദാറ്റേ ഉപയോഗിക്കാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആൻസർ അതായിരിക്കും ദാറ്റ് ആയിരിക്കും. ഏതായിരിക്കും ആൻസർ? ദാറ്റ്. ഇനി നമുക്ക് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകളുടെ സിനോണിംസും ആൻറ്റോണിംസും നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ആഡ് എന്ന് പറയുന്ന വാക്കാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുക, ചേർക്കുക എന്നൊക്കെയുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻക്രീസ് എഴുതാം, അമാസ് എന്ന് എഴുതാം. ഇനി അഡപ്റ്റ്. എന്താണ് അഡപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈദഗ്ധ്യമുള്ള അല്ലെങ്കിൽ സാമർഥ്യമുള്ള. അപ്പോൾ അതിൻ്റെ സിനോണിം എന്തായിരിക്കും? എക്സ്പേർട്ട് എന്നായിരിക്കും. ഇനി അടുത്ത് ആഡ്വക്കേറ്റ് എന്തായിരിക്കും? മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും സിനോണിംസ്? സഫിഷ്യൻറ്റും ഇനഫും. ദെൻ അഡ്ജസൻറ്റ് സമീപത്തുള്ള. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? ക്ലോസ്, നിയർ, ബിസൈഡ്. ഇനി അടുത്ത് നോക്കുക എന്താണ്? അഡ്മയറബിൾ. എന്താണ്? പ്രശംസനീയമായ. അപ്പോൾ അതിൻ്റെ സിനോണിംസ് ഏതാണ്? കമൻറ്റബിൾ. ഇനി അടുത്തത് അഡ്മിറ്റ്, സമ്മതിക്കുക അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുക. എന്താണ്? കൺഫസ് അല്ലെങ്കിൽ അക്നോളജ് അല്ലെങ്കിൽ കൺസീഡ്. ഇനി അഡൾട്രേറ്റ് എന്താണ്? മായം ചേർക്കുക. അതിൻ്റെ സിനോണിം എന്തായിരിക്കും? കണ്ടാമിനേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം പഠിച്ച വാക്കുകളുടെ ആൻറ്റോണിംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ആഡ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കൂട്ടുക, ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം വിപരീത പദം എങ്ങനെ പറയാം നമുക്ക്? സബ്ട്രാക്റ്റും അതുപോലെ ഡിക്രീസ്. ഇനി അഡപ്റ്റ് വൈദഗ്ധ്യമുള്ള എന്നായിരുന്നു. അതിൻ്റെ ആൻറ്റോണിമായിട്ട് നമുക്ക് എന്താ പറയാം? ഇനപ്റ്റ് എന്ന് പറയാം. ദെൻ ആഡ്വക്കേറ്റ് മതിയായ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള. അതിൻ്റെ ആൻറ്റോണിംസ് ആയിട്ട് നമുക്ക് എന്താ പറയാം? ഇൻആഡ്വക്കേറ്റ് എന്ന് പറയാം. ഇനി അഡ്ജസൻറ്റ് സമീപമുള്ള. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിമോട്ട് അല്ലെങ്കിൽ ഫാർ ഡിസ്റ്റൻറ്റ്, വിദൂരത്തിലുള്ളത്. ഇനി അഡ്മയറബിൾ പ്രശംസനീയമായത്. അതിൻ്റെ ആൻറ്റോണിം എന്തായിരിക്കും? ഡിപ്ലോറബിൾ. ഇനി അഡ്മിറ്റ് എന്താണ്? സമ്മതിക്കുക അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാൽ എന്തായിരിക്കും? റെഫ്യൂസ് നിരാകരിക്കുക എന്നാണ്, അല്ലെങ്കിൽ ഡിനൈയുടെ അർത്ഥം നിരാകരിക്കുക എന്നാണ്. ഇനി അഡൾട്രേറ്റ് എന്താണ്? മായം ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പ്യൂരിഫൈ ശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു വിഷയം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ലൈവ് ക്ലാസ്സുമായിട്ട് വരാഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീമിയർ ഷോയിലൂടെ നിങ്ങൾക്ക് ഒരുമാതിരി സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.